കുലസങ്കേത പാലിനി എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. കൗലാചാരത്തിൻ്റെ സങ്കേതങ്ങളെ പാലിക്കുന്നവൾ, ഈ കുണ്ടലിനി യോഗത്തിൻ്റെ രഹസ്യാർത്ഥങ്ങളെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നവൾ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ കുറച്ചുകൂടി വിശദീകരണമാണ് അടുത്ത മന്ത്രത്തിൽ. 93-ാമത്തെ നാമമാണ് കുലാംഗന എന്നുള്ളത്. കുലാംഗന എന്നുള്ള നാമത്തിൻ്റെ നേരിട്ടുള്ള അർത്ഥം പതിവ്രത എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം കുലസ്ത്രീ, തറവാട്ടിൽ ജനിച്ചവൾ എന്നൊക്കെയാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഒരു തറവാട്ടിൽ ജനിച്ച ഒരു ഉത്തമമായ പതിവ്രത അവരുടെ കുലത്തിൻ്റെ മഹത്വം കളയാതെ സൂക്ഷിക്കും. അതുപോലെ നമ്മുടെ പഴയ സംസ്കാരം അനുസരിച്ച് ഇങ്ങനെ എപ്പോഴും ഒരു പുറത്തിറങ്ങി നടക്കുന്ന ഒരു രീതി അല്ല. ഈ പടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങില്ല എന്നാണ് അവരെ പറ്റിയിട്ടൊക്കെ പറയുക. അതുപോലെ തൻ്റെ കുലത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നുണ്ടെങ്കിലും വീട്ടിലുള്ളവരോടൊക്കെ അവർ വളരെ സഹജമായിട്ടും നന്നായിട്ട് ഇടപഴകുകയും ചെയ്യും. ബാക്കിയുള്ളവർക്ക് അപ്രാപ്യമാണെങ്കിലും അതിനോട് ബന്ധമുള്ളവരോട് വളരെ സരളമായിട്ടും സഹജമായിട്ടും ഇടപഴകുന്ന ഒരു രീതിയാണ് കുലസ്ത്രീക്ക് ഉള്ളത്. അതുപോലെയാണ് ഈ കുണ്ടലിനി യോഗം. ഇതിനെ തിരിച്ചറിയാത്തവർക്കും ഇതിൻ്റെ ശരിയായ രീതിയിൽ ഗുരുമുഖേന അഭ്യസിക്കാത്തവർക്കും ഇത് ഒരിക്കലും മനസ്സിലാവില്ല. ഇതിനെക്കൊണ്ടുള്ള പ്രയോജനവും അവർക്കുണ്ടാവില്ല. അതിൻ്റെ സങ്കേതങ്ങൾ നന്നായിട്ട് പാലിക്കുന്നവളാണ് ദേവി. അതേപോലെ ഈ ശ്രീവിദ്യ, ഈ തത്വത്തെ നന്നായിട്ട് ഗ്രഹിക്കുന്നവർക്കും ചിത്തശുദ്ധിയുള്ള സാധകന്മാർക്കും അതുപോലെ ഗുരുമുഖേന ഈ വിദ്യയെ അഭ്യസിക്കുന്നവർക്കും ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് എളുപ്പത്തിൽ മനസ്സിലാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. അന്യാസ്തു സകലാവിദ്യാഹ പ്രകടാഗണിക ഇവ ഇയം തു ശാംഭവി വിദ്യ ഗുപ്ത കുലവധൂരിവ എന്ന് ശാസ്ത്രങ്ങളിൽ പറയും. മറ്റുള്ള വിദ്യകളൊക്കെ മറ്റുള്ള ശാസ്ത്രങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതും തർക്കം കൊണ്ടും ചിന്തിക്കുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നതുമാണ്. ഇതങ്ങനെയല്ല. ഇത് പടിപടിയായിട്ട് രഹസ്യാർത്ഥങ്ങളുള്ളതും അതുപോലെ ഗുരുവിൻ്റെ ദീക്ഷ മുതലായ സമ്പ്രദായങ്ങൾക്ക് ആവശ്യമുള്ളതും ക്രമമായിട്ടുള്ള ഒരു സാധന ഇതിന് ആവശ്യമുള്ളതായതുകൊണ്ടും ഇത് മറ്റുള്ളതുപോലെ പ്രകടമായിട്ടുള്ള ഗണികകളെ പോലെയല്ല. ഇത് വളരെ ഗുപ്തമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ശാസ്ത്രമാണ്. അതുകൊണ്ട് ഇതിനെ തർക്കിച്ചുകൊണ്ട് നടക്കല്ല വേണ്ടത്. ഇതിനെ മീമാംസ്യം കഥഞ്ചന എന്ന് പറയും. ഇത് നേരിട്ട് കാണുന്നില്ലല്ലോ, ഇത് നമുക്ക് അനുഭവവേദ്യം പ്രത്യക്ഷഗമ്യമല്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. ഇതിനെ ശരിയായ ഒരു ഗുരുവിനെ പ്രാപിച്ച് അദ്ദേഹത്തിനടുത്ത് ദീക്ഷ, മന്ത്രദീക്ഷ മുതലായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അദ്ദേഹം പറയുന്ന മാർഗത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി നിലനിർത്തിക്കൊണ്ട് ക്രമമായിട്ടുള്ള ദീർഘമായിട്ടുള്ള സാധന കൊണ്ട് മാത്രം, ഉറപ്പിച്ചിട്ടുള്ള സാധന കൊണ്ട് മാത്രം നേടേണ്ടതാണ്. അതുകൊണ്ട് ഇത് 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 തീരെ എളുപ്പമല്ല, എന്നാൽ അപ്രാപ്യമായിട്ടുള്ള അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമല്ല. ഇത് ചിത്തശുദ്ധി കൊണ്ടും ദൃഢവിശ്വാസം കൊണ്ടും സാധനാക്രമം കൊണ്ടും നേടാവുന്നതാണ്. ഇത് കുലാംഗന അല്ലെങ്കിൽ കുലസങ്കേത പാലിനി ഇത് കുലാംഗനയെ പോലെയാണ്, ഒരു കുലസ്ത്രീയെ പോലെയാണ്. വളരെ ചിത്തശുദ്ധിയോടുകൂടി വേണം ഇതിനെ അഭ്യസിക്കേണ്ടത് എന്നാണ് ഈ മന്ത്രം സൂചിപ്പിക്കുന്നത്. ഇനി കുലാന്തസ്ഥ എന്നുള്ള അടുത്ത നാമമാണ് വിശദീകരിക്കാൻ പോകുന്നത്. കുലത്തിൻ്റെ അന്തസ്ഥ, കുലത്തിൻ്റെ ഉള്ളിൽ വിളങ്ങുന്നവൾ എന്നാണ് ഇതിൻ്റെ നേരായ അർത്ഥം. കുലം എന്നുള്ള വാക്കിന് പല രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ കാണപ്പെടുന്നത്. കുലം എന്ന് വെച്ചാൽ ഒരു സമൂഹം എന്നാണ് അർത്ഥം. അങ്ങനെ ഇതേവരെ ഈ കുണ്ടലിനി പ്രകരണമാണ് വർണ്ണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഇട, പിങ്കള, സുഷുമ്ന മുതലായ നാഡികൾ,
6 ആധാരങ്ങൾ, സൂര്യസോമാഗ്നി മണ്ഡലങ്ങൾ, ഇങ്ങനെയുള്ള ഈ കുലത്തിൻ്റെ ഉള്ളിൽ വിളങ്ങുന്നവൾ, അതിൻ്റെ അന്തഃസത്തയായിട്ട് നിലകൊള്ളുന്നവൾ, ഈ ചക്രഭേദനം കൊണ്ടും സഹസ്രാരപദ്മത്തിൽ ശിവസാമരസ്യം കൊണ്ടും സുധാസാരാഭിവർഷിണിയായിട്ട് വിളങ്ങുന്നവൾ എന്നൊക്കെയാണ് കുലത്തിൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന ദേവി എന്നുള്ള അർത്ഥത്തിൽ കുലാന്തസ്ഥ എന്ന് ഒരർത്ഥം. കുലം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച കുടുംബം, അതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന ആളുകൾ, അതിൻ്റെ മഹത്വം. അങ്ങനെ ഓരോ ഗ്രാമത്തിലും ഓരോ ദേശത്തിലും ഓരോ കുടുംബങ്ങളിലും ഓരോരുത്തരിലും ഉള്ളിൽ വിളങ്ങുന്നവൾ കുല അന്തസ്ഥ എന്നുള്ളത് മറ്റൊരു അർത്ഥമാണ്. പിന്നെ ത്രിപുടി എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയും. അറിയുന്ന ആൾ, അറിയേണ്ട വസ്തു, അറിവ് എന്നുള്ള 3 കൂടി ഇതാണ്. ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നുള്ളത്. ധ്യാതൃ, ധ്യാന, ധ്യേയം എന്ന് ഇതിന് വേറൊരു രീതിയിൽ പറയും. ധ്യാനിക്കുന്നവൻ, ധ്യാനിക്കുന്ന വസ്തു, ധ്യാനം എന്നുള്ള പ്രക്രിയ. അപ്പോൾ സാധാരണ ജീവൻ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ശരീരമാണെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നു, ജീവാത്മാവ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ ജീവാത്മാവ്, അത് അറിയേണ്ട വസ്തു, ജ്ഞേയം എന്നുള്ള ജീവൻ ബ്രഹ്മമാണ് എന്നാണ് അറിയേണ്ടത് ആ വസ്തു, ആ ജ്ഞാനം. അപ്പോൾ ജ്ഞാതാവ്, ജ്ഞേയവസ്തു, ജ്ഞാനം എന്നുള്ള ഈ 3 കൂടിയിട്ടുള്ള ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഇതിനെയാണ് കുലം എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഒരു ജീവാത്മാവ്, ഞാൻ പരമാത്മാവാണ്, സോഹം എന്ന് അറിയേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ഉന്നതമായ ഉദ്ദേശം. ഈ 3 കൂടിയിട്ടുള്ള ഈ പ്രക്രിയ ധ്യാന, ധ്യാതൃ, ധ്യേയ രൂപ എന്ന് ലളിതാ സഹസ്രനാമത്തിലും പറയും. ഈ ത്രിപുടിയെ ആണ് കുലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിവസിക്കുന്നവൾ, ഈ സൃഷ്ടിയും സൃഷ്ടിക്ക് അപ്പുറമായിട്ടുള്ള തത്വമായിട്ട് വിളങ്ങുന്ന ചൈതന്യമാണ് ദേവി എന്ന് ഇതിന് വേറൊരർത്ഥം കൽപ്പിക്കും. അങ്ങനെ കുലാന്തസ്ഥ എന്നുള്ളത് കുലത്തിൻ്റെ ഉള്ളിൽ വിളങ്ങുന്നവൾ, കുലാമൃതൈകരസിക, കുലസങ്കേതപാലിനി, കുലാംഗന, കുലാന്തസ്ഥ എന്നുള്ള മന്ത്രങ്ങൾ കൊണ്ട് ഈ അർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനി ശക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.